ഒഡീഷ തീരത്ത് ചരക്ക് കപ്പൽ മുങ്ങി. പാനമ പതാക വഹിച്ച MV ഓഷ്യൻ വിന്നർ എന്ന കപ്പലാണ് മുങ്ങിയത്. ഒഡീഷയിലെ പാരാദീപ് തുറമുഖത്ത് നിന്ന് സിംഗപ്പൂരിലേക്ക് പോയ കപ്പലാണ് മുങ്ങിയത്. കപ്പലിലെ 24 ജീവനക്കാരിൽ 3 പേരെ ഇന്ത്യൻ തീരസംരക്ഷണ സേന രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, ഇപ്പോൾ കപ്പലിലുണ്ടായിരുന്ന 24 പേരിൽ നിന്ന് 3 പേരെയാണ് രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ. കൃഷ്ണപ്രിയ, 3 പേരെയാണ് രക്ഷപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായി കോസ്റ്റ് ഗാർഡ് അറിയിച്ചിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. MV ഓഷ്യൻ വിന്നർ എന്ന് പറയുന്ന കപ്പലിൽ ഇരുമ്പയിലായിരുന്നു. ഇരുമ്പയിരെ സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോകുന്ന കപ്പലായിരുന്നു. വൻതോതിൽ ഇരുമ്പയിരുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് അടിയന്തരമായി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് വിവരം ലഭിക്കുകയും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ 2 കപ്പലുകൾ പ്രദേശത്തേക്ക് വിന്യസിക്കുകയും ചെയ്യുകയായിരുന്നു. ഇതിനുശേഷമാണ് സുരക്ഷാ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തത്. ഏതാണ്ട് 400 കിലോമീറ്ററിലേറെ ദൂരത്ത്, തീരത്ത് നിന്നും 400 കിലോമീറ്ററിലേറെ ദൂരത്താണ് കപ്പൽ മുങ്ങിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കപ്പലിൽ 20 ചൈനീസ് ജീവനക്കാരും അതുപോലെ തന്നെ മ്യാൻമാറിൽ നിന്നുള്ള 3 പേരും ഒരു ബംഗ്ലാദേശിയുമാണ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രക്ഷപ്പെടുത്തിയവരുടെ സ്വദേശം സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഇനിയും ലഭ്യമാകാനിരിക്കുന്നു എന്നാണ് അറിയാനും സാധിക്കുന്നത്. ഈ കപ്പലിനെ സംബന്ധിച്ചിടത്തോളം വലിയ കാലപ്പഴക്കമുള്ള ഒരു കപ്പലാണ് എന്ന സൂചനകളൊക്കെ പുറത്തുവരികയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച സ്ഥിരീകരണം ഔദ്യോഗികമായി ഇതുവരെ ലഭ്യമായിട്ടില്ല. ഇന്നലെ രാത്രിയോടെയാണ് കോസ്റ്റ് ഗാർഡിനെ രക്ഷാപ്രവർത്തനം നടത്തേണ്ടത് സംബന്ധിച്ച ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട അടിയന്തര സന്ദേശം ലഭിക്കുകയും രക്ഷാപ്രവർത്തനത്തിന് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഇറങ്ങുകയും ചെയ്തിരുന്നത്. കൃഷ്ണപ്രിയ. ശരി ഐസൺ.